തർക്കം ഷീ ലോഡ്ജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് തർക്കമുണ്ടായത്. അംഗങ്ങൾ തമ്മിലുള്ള തർക്കം സംഘർഷത്തിലേക്ക് വരെ എത്തി. ജനാധിപത്യ ദംശനമാണ് ഇവിടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഷീ ലോഡ്ജിൻ്റെ പേരിൽ അയ്യന്തോൾ പഞ്ചിക്കലൊരു ഷീ ലോഡ്ജ് ഉണ്ട്. ആ ഷീ ലോഡ്ജ് അതിന് നടത്തിപ്പുമായി യാതൊരു മാർഗരേഖയും യാതൊരു ഇതൊന്നുമില്ലാതെ കൃത്യതയില്ലാതെ എഗ്രിമെൻ്റ് പോലും ഇല്ലാതെയാണ് നടത്തുന്നത്. അതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ ഇതിനൊരു ബൈലോ കൊണ്ടുവന്നപ്പോൾ ബൈലോന് ഭേദഗതികൾ വരുത്തിയപ്പോൾ കഴിഞ്ഞ 10 വർഷം ചെയ്ത് തന്നെ തിരിച്ചു ചെയ്യാനാണെങ്കിൽ ജനങ്ങൾ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ജയിപ്പിച്ച് വന്നത് കഴിഞ്ഞ 10 വർഷം ഇവർ ചെയ്തത് റിപ്പീറ്റ് ചെയ്യാനല്ല. ഞങ്ങളുടേതായ ഭേദഗതി വരുത്തി നല്ല രീതിയിൽ ഷീ ലോഡ്ജ് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി കണ്ണൂർ കോർപ്പറേഷനിൽ ഷീ ലോഡ്ജ് നടത്തുന്ന കുടുംബശ്രീ അല്ല. അപ്പൊ ഇവിടെ മാത്രം ഇവർക്ക് എന്താ പ്രശ്നം? ഇത് നമ്മളെ കുടുംബശ്രീ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഏത് വനിതാ സഹകരണ സംഘങ്ങളാണ് വരുന്നത്, ഏത് NGO അസോസിയേഷൻ വനിതകൾ വരുന്നു, കുടുംബശ്രീ വനിതാ സംരംഭം ഉണ്ടെങ്കിൽ അവരെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ബൈലുണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, കയ്യേറ്റത്തോളം എത്തിയൊരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാം ശാന്തമായി എന്ന് കരുതുന്നു. എത്രത്തോളം നേരം ആ സംഘർഷാവസ്ഥ നിലനിന്നു? ഏകദേശം അരമണിക്കൂറോളം സംഘർഷാവസ്ഥ നിലനിന്നു. അതായത് ഈ ഷീ ലോഡ്ജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അത് ഇത്രയും നാൾ കുടുംബശ്രീയാണ് നടത്തിയിരുന്നത്. എന്നാൽ അതിന് കൃത്യമായ കരാറോ യാതൊരു വിധത്തിലുള്ള വ്യവസ്ഥയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് കൗൺസിലിൽ അജണ്ട വെച്ചിരുന്നു. ഈ കാര്യം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും പിന്നീട് അതൊരു ഉന്തുതള്ളിലേക്കും കാര്യങ്ങൾ എത്തിയത്. ഈ കുടുംബശ്രീയെ ഇല്ലാതാക്കാനായും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കാനായും ഭരണസമിതി ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം ഇത് ഷീ ലോഡ്ജ് സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും NGOകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകളോ ഇത് നടത്താമെന്നുള്ളതാണ്. കുടുംബശ്രീക്ക് മാത്രമേ ഇത് നടത്താൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ചട്ടവും നേരത്തെ ഇല്ല എന്നുള്ളതാണ് ഭരണപക്ഷം പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഈ ഷീ ലോഡ്ജ് നടത്തിയപ്പോൾ വലിയ തോതിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഭരണപക്ഷം പറയുന്നു. അതുകൊണ്ടാണ് കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കാനായി ഇതിനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ എങ്ങും എത്താതെ ഇന്നത്തെ സംഘർഷത്തെ തുടർന്ന് ഈ കൗൺസിൽ യോഗം പിരിയുകയായിരുന്നു. കൗൺസിൽ യോഗം ഈ ചർച്ച പൂർത്തിയാക്കാതെ ഇന്ന് പിരിച്ചുവിട്ടതായി മേയർ അറിയിക്കുകയും ചെയ്തു.